വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച പലിശയില്ലാ വായ്പ ചിലവഴിക്കാൻ നടപടികളുമായി സർക്കാർ ഒരാഴ്ചയ്ക്കകം പദ്ധതികൾ തയ്യാറാക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. വിനയരാജുണ്ട് നമ്മളോടൊപ്പം. വിനയ, ഈ ഒരു 529.5 കോടിയാണ് ഇതിനായി ചെലവഴിക്കാൻ ലഭിച്ചത്. ഏറ്റവും പ്രധാനം ആ ഒരു ഫണ്ടല്ല, അത് ചിലവഴിക്കാൻ ലഭിച്ച ഒരു സമയമാണ്. മാർച്ച് 31 മുമ്പേ ഇതെല്ലാം ചിലവാക്കണം. അത് പദ്ധതി പൂർത്തീകരണത്തിലേക്കൊക്കെ എത്തണം, അല്ലെങ്കിൽ പദ്ധതി തുടങ്ങി വെക്കുകയെങ്കിലും വേണമെന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ, 45 ദിവസത്തിൽ താഴെയുള്ളൂ, അധികം സമയമില്ല. തീർച്ചയായും കാളിദാസ്, എന്തായാലും വയനാട് പുനരധിവാസത്തിന് എന്ന പേരിലാണ് കേന്ദ്രം വായ്പ അനുവദിച്ചത്. 530 കോടി രൂപ പലിശയില്ലാ വായ്പ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വായ്പ അനുവദിക്കുമ്പോഴും 45 ദിവസത്തിനകം, അതായത് മാർച്ച് 31 തന്നെ ഈ പദ്ധതികൾ പൂർത്തീകരിച്ച് കണക്കുകൾ കേന്ദ്ര സർക്കാരിന് ഹാജരാക്കാനായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് എത്രത്തോളം 530 കോടി രൂപ ചിലവഴിക്കുക എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു യോഗമായിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. ആ യോഗത്തിലാണ് പ്രധാനമായും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഒരാഴ്ചക്കകം തന്നെ ഈ പദ്ധതികൾ പദ്ധതികൾ ആരംഭിക്കാനുള്ള നടപടികൾ ഓരോ വകുപ്പിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം. പിന്നീട് ഈ പദ്ധതികൾ തുടങ്ങി വെച്ചതിന് ശേഷം കേന്ദ്രത്തോട് കൂടുതൽ സഹായം തേടാം, അല്ലെങ്കിൽ കേന്ദ്രത്തോട് കൂടുതൽ സമയം ആവശ്യപ്പെടാമെന്നാണ് ഇപ്പോഴുള്ള സർക്കാരിന്റെ നീക്കം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നാളെ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. നാളെ 5 മണിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ടൗൺഷിപ്പ് അടക്കം 16 പദ്ധതികൾക്കായിരുന്നു കേന്ദ്ര സർക്കാർ 530 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. പലിശയില്ലാ വായ്പയായിരുന്നു അനുവദിച്ചത്. അത് 50 വർഷത്തിനുള്ളിൽ തിരിച്ചടച്ചാൽ മതിയെന്ന വ്യവസ്ഥകളോട് കൂടിയായിരുന്നു ഈ പണം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പ്രധാനമായും സർക്കാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 45 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും തുക ചിലവഴിക്കുക? ഒരുപക്ഷെ ഈ പണം നൽകി, അല്ലെങ്കിൽ തങ്ങൾ ആവശ്യപ്പെട്ടത് ഈ ഗ്രാന്റ് ആണ്, പക്ഷെ നൽകിയത് പണം പലിശയില്ല വായ്പയാണ് നൽകിയത്. പുനരധിവാസത്തിന് ധനസഹായമാണ് നൽകേണ്ടത്, ഇത് തിരിച്ചടക്കേണ്ട പൈസയാണ് നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളടക്കം സർക്കാർ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കൂടാതെ തന്നെ പ്രധാനമായും മറ്റ് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എത്രത്തോളം, അല്ലെങ്കിൽ എങ്ങനെയെല്ലാം പദ്ധതികൾ ആവിഷ്കരിക്കാം, എത്രത്തോളം, അല്ലെങ്കിൽ പണം ഇപ്പോൾ വെല്ലുവിളിയായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ടൗൺഷിപ്പ്, കൂടാതെ തന്നെ ഈ ആശുപത്രിയുടെ മറ്റു കെട്ടിടങ്ങളുടെയും പുനഃപ്രവർത്തനം, ഈ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ തുടങ്ങിയ 16 ഇനം പദ്ധതികൾക്ക് വേണ്ടിയായിരുന്നു 530 കോടി രൂപ കേന്ദ്രം ധനസഹായം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്, കേന്ദ്രം പണം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ 45 ദിവസത്തിനകം എങ്ങനെയാണ് ഈ പണം ചിലവഴിക്കുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. കൂടാതെ തന്നെ ഈ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്, ആ തടസ്സങ്ങൾ എങ്ങനെ മാറ്റാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗം അടക്കം നാളെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ആ യോഗം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗം നടന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരാഴ്ചക്കകം പദ്ധതികൾ എങ്ങനെ തുടങ്ങാം എന്നതുമായി ബന്ധപ്പെട്ട് വകുപ്പുകൾ ഒരു പദ്ധതികൾ കൊണ്ടുവരണം. തുടർന്ന് ഈ പദ്ധതികൾ ആവിഷ്കരിച്ചതിനു ശേഷം, പദ്ധതികൾ തുടങ്ങി വെച്ചതിനു ശേഷം കേന്ദ്ര സർക്കാരിനോട് കൂടുതൽ സമയം ആവശ്യപ്പെടാം എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ ഉള്ളത്. എന്നാൽ ഇതിനെതിരെ തന്നെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും കേന്ദ്രത്തിന്റെ ഈ നിലപാടിലോട് കടുത്ത വിമർശനമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കൂടെ തങ്ങളും ഉണ്ടാകും, പ്രതിഷേധത്തിന് അല്ലെങ്കിൽ സമരം നടത്തുകയാണെങ്കിൽ തങ്ങളും ഒപ്പം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു സുധാകരൻ അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരും. കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ തങ്ങളെ താഴ്ത്തിക്കെട്ടുന്നതിനുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് ഈ പ്രതിപക്ഷം അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ പ്രതിഷേധമായി തന്നെയാണ് ഈ ഇടതുപക്ഷ സർക്കാരും പ്രതിപക്ഷവും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ദിവസങ്ങൾ കൊണ്ട്, കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ഈ പണം ചിലവഴിക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള
കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാളിദാസ്. ശരി വിനയ, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പദ്ധതികൾക്കൊക്കെ ഒരു പൂർത്തീകരണം വരട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു സമയപരിധി അല്പം കൂടി നീട്ടി കിട്ടാൻ വേണ്ടി ഒരു അഭ്യർത്ഥന കേന്ദ്ര സർക്കാരിനോട് നടത്തുമെന്നുള്ള രീതിയിൽ തന്നെ അതിലേക്കെല്ലാം സർക്കാർ കടക്കും എന്ന് തന്നെ കരുതാം. എന്നിരുന്നാലും 45 ദിവസത്തിനുള്ളിൽ തന്നെ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ കൂടി നമുക്ക് വെക്കാം. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.